കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് മാധ്യമം എന്നാണ്. അപ്പോൾ ഇതിലെന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്ന് നോക്കാം. മാധ്യമങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ കൂടുതൽ മാധ്യമങ്ങൾക്ക് കൂടുതൽ ആധിപത്യമുള്ളൊരു കാലഘട്ടമാണിത്, അല്ലേ? നമ്മുടെ ജീവിതം തന്നെ എന്താണ്, ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാധ്യമങ്ങൾക്ക് ആധിപത്യമുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം തന്നെ. അവ മനുഷ്യ സമൂഹത്തിനുമേൽ ചെലുത്തുന്ന സ്വാധീനം, മാധ്യമങ്ങൾ മനുഷ്യ സമൂഹത്തിനുമേൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പുതുക്കി നിർവചിക്കാൻ മാധ്യമങ്ങൾ വഴിയൊരുക്കി. ചിന്തയെയും ആവിഷ്കാരത്തെയും അവ നിയന്ത്രിക്കുകയും വഴി തിരിച്ചു വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നവരെ കൂടി പങ്കാളികളാക്കുന്ന സാമൂഹിക മാധ്യമങ്ങളുടെ കടന്നുവരവോടെ മാധ്യമ പഠനം മുൻപെന്നത്തേക്കാളും ഗൗരവമർഹിക്കുന്ന വിഷയമായി തീരുന്നു. ഉപയോഗിക്കുന്നവരെ കൂടി പങ്കാളികളാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. അപ്പോൾ സാംസ്കാരികവും സാങ്കേതികവുമായ മേഖലകളെ ഒരുപോലെ പരിഗണിച്ചാൽ മാത്രമേ ഇക്കാലത്ത് മാധ്യമ പഠനം സമഗ്രമാവൂ. അപ്പം അത്തരത്തിലുള്ള മാധ്യമ ചിന്തകളാണ്, മാധ്യമങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒരു ഫീച്ചർ പഠിക്കാനുണ്ട്. പിന്നെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള 2 ലേഖനങ്ങളുണ്ട്. കൂടാതെ നമ്മുടെ ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള ഒരു നോവൽ ഭാഗവും പഠിക്കാനുണ്ട്. സൈബർ നോവൽ, മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ 4 അധ്യായങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് പി സായിനാഥിൻ്റെ ഒരു അഭിപ്രായം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിലും പത്രങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവയുടെ സ്വഭാവത്തിൽ കോർപ്പറേറ്റൈസേഷൻ്റെ നീണ്ട പ്രക്രിയ പല പരിമിതികളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കോർപ്പറേറ്റുകളുടെ ആ ഒരു സ്വാധീനം വലിയ രീതിയിൽ പരിമിതികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ല കഴിവുള്ള നിരവധി പത്രപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരിൽ പലർക്കും സമൂഹത്തിൻ്റെ ദുർബലതകൾ ചൂണ്ടിക്കാട്ടാനാവുകയും ചെയ്യും. ചില അർത്ഥത്തിലെങ്കിലും ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുമ്പത്തേതിനെ അപേക്ഷിച്ച് കുറേ കൂടി നന്നായി ചെയ്തു തീർക്കാനാകും. ഇവിടെ ഒരു ചോദ്യമേ ബാക്കി നിൽക്കുന്നുള്ളൂ: മാധ്യമങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ അവ ചെയ്യുമോ? അപ്പോൾ പി സായിനാഥിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ തന്നത്. മാധ്യമങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ല പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ഇവിടെ ലേഖനത്തിലെ ആ ഒരു കാര്യം അവസാനിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, നമുക്ക് പഠിക്കാനുള്ള മാധ്യമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഫീച്ചറാണ്. ഫീച്ചർ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളെ അല്പം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ സാധാരണ കാര്യങ്ങൾ, പത്രവാർത്തകൾ, കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നൊരു ഫീച്ചറാണ്, എന്നൊരു ലേഖനമാണ്. കെ വിശ്വനാഥ് ആണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഈ ഒരു സ്പോർട്സ് മാസികയിൽ വന്നൊരു കുറിപ്പാണിത്. അപ്പോൾ ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കെ വിശ്വനാഥിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. 1971 കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരിയിൽ ജനിച്ചു. മാതൃഭൂമിയിൽ ചീഫ് സബ് എഡിറ്റർ. ഇന്ത്യക്കകത്തും പുറത്തുമായി നടന്ന നിരവധി അന്തർദേശീയ കായിക മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, സാനിയ മിർസ,
മഹേന്ദ്ര സിംഗ് ധോണി എന്നിവരുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടെ 10ഓളം സ്പോർട്സ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഫീച്ചർ എഴുതിയ കെ വിശ്വനാഥിനെ കുറിച്ചാണ് ഞാൻ വായിച്ചത്. നമുക്കിനി ടെക്സ്റ്റിൽ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ആ ഫീച്ചർ ലേഖനം എന്തൊക്കെയാണ് പറയണതെന്ന് നോക്കാം. അത് ടെക്സ്റ്റ് മുഴുവനായിട്ട് വായിക്കാതെ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു പാഠസംഗ്രഹം ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കെ വിശ്വനാഥ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന തലക്കെട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. 2013 നവംബർ 16 സച്ചിൻ്റെ വിരമിക്കൽ ദിവസം. സച്ചിൻ ടെണ്ടുൽക്കറുടെ സായാഹ്നം. സൂര്യൻ മറൈൻ ഡ്രൈവിനപ്പുറം കടലിലേക്ക് താഴ്ന്നു തുടങ്ങി. വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ പടവുകളിൽ ആളൊഴിഞ്ഞു. പച്ചപ്പുല്ലു വിരിച്ച മൈതാനത്തേക്ക് ഇറങ്ങി നടന്നു. നടുവിലെ 22 വാരയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തു. കൈവെള്ളയിൽ ഒരു നീറ്റൽ. ആ മണ്ണ് അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെയാണ് ആ ലേഖനത്തിൻ്റെ തുടക്കം. അപ്പോൾ എവിടെയാണ് വാങ്കഡെ മൈതാനത്തിലെ 22 വാരയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു പിടി മണ്ണ് കയ്യിൽ വാരിയ നമ്മുടെ ലേഖകന് തോന്നുകയാണ് എന്ത്, ആ കൈവെള്ളയിൽ ഒരു നീറ്റൽ. ആ മണ്ണ് അവിടെ തന്നെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ആ നീറ്റൽ ഉണ്ടായത് എന്ന് നോക്കാം. അല്പം മുമ്പാണ് കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച വലിയൊരു മനുഷ്യന്റെ കണ്ണുനീർ ആ മണ്ണിൽ വീണത്. അതുകൊണ്ടാണ് ആ മണ്ണ് എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ നീറ്റൽ അനുഭവപ്പെട്ടത് എന്നാണ് പറയണത്. ആ മണ്ണ് തൊട്ടാണ് അദ്ദേഹം നെറ്റിയിൽ വെച്ചത്. അല്പം മുമ്പ് ഈ ഗ്രൗണ്ടിലെ കാഴ്ചകൾ കണ്ട് എല്ലാവരും കരയുകയായിരുന്നു. സച്ചിൻ്റെ അമ്മയും സഹോദരന്മാരും അമ്മായിയുമെല്ലാം തൊട്ടടുത്തുണ്ടായിരുന്നു. സച്ചിനുമായി ഒരു ബന്ധവുമില്ലാത്ത കാഴ്ചക്കാർ കണ്ണു നിറച്ചത് എന്തിനാണ്? ബ്രയാൻ ലാറയുടെയും കിരൺ മോറയുടെയും കണ്ണുകൾ നനഞ്ഞത് എന്തിന്? സച്ചിൻ്റെ അവസാന മത്സരം കാണാൻ മാത്രമാണ് ലാറ എത്തിയത്. അച്ഛൻ്റെ വിടവാങ്ങൽ പ്രസംഗം കേട്ട് കണ്ണു നിറച്ചിരുന്ന അർജുൻ ടെണ്ടുൽക്കറെ ലാറ വാത്സല്യത്തോടെ പുണർന്നു. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ വിരമിക്കൽ ചടങ്ങ് നടന്ന മൈതാനമാണത്, വാങ്കഡെ മൈതാനം. അവിടെ നടന്ന കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയുകയാണ് ഇവിടെ ലേഖകൻ. രാവിലെ 11:47 24 വർഷവും ഒരു ദിവസവും മുമ്പ് ആരംഭിച്ച സ്വപ്നതുല്യമായ പ്രയാണം. 24 വർഷവും ഒരു ദിവസവും മുമ്പ് ആരംഭിച്ച സ്വപ്നതുല്യമായ പ്രയാണം ഇവിടെ അവസാനിക്കുന്നു. പ്രയാണം എന്ന് പറഞ്ഞാൽ സ്വപ്നതുല്യമായ ആ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നു. ചുറ്റും ഓടിക്കൂടിയ കൂട്ടുകാർ 2 ഭാഗത്തായി നിരന്നു നിന്ന് ക്രിക്കറ്റിൻ്റെ ദൈവത്തിന് പാതയൊരുക്കി. ഈ ക്രിക്കറ്റിൻ്റെ ദൈവം എന്നൊക്കെ സച്ചിൻ അറിയപ്പെടുന്നുണ്ട് അല്ലേ? ക്രിക്കറ്റിൻ്റെ ദൈവത്തിന് പാതയൊരുക്കി. സ്മരണകൾ തുടിക്കുന്ന മൈതാനത്തു നിന്ന് ഊരിയെടുത്ത പച്ച മണ്ണിൻ്റെ നനവുമാറാത്ത സ്റ്റമ്പ് ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകരോട് സച്ചിൻ യാത്ര പറഞ്ഞു. ഇത്ര വികാരനിർഭരമായ യാത്രയയപ്പ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ഇത്ര വികാരനിർഭരമായ ഒരു യാത്രയയപ്പ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ലേഖകൻ പറയണത്. സച്ചിൻ വളർച്ചയുടെ പടവുകൾ കയറുന്നതിന് തൊട്ടരികിൽ നിന്ന് സാക്ഷികളായിരുന്ന ചിലരുടെ അഭാവം ആ വേദിയിൽ നിഴലിച്ചിരുന്നു. നന്ദി പറയേണ്ടവരോടെല്ലാം അത് പറയണമെന്ന് സച്ചിന് നിർബന്ധമുണ്ടായിരുന്നു. പേരുകൾ വിട്ടുപോവാതിരിക്കാൻ എഴുതി തയ്യാറാക്കിയ ലിസ്റ്റുമായാണ് അദ്ദേഹം വന്നത്. ദീർഘമായിരുന്നു മറുപടി. എന്നിട്ടും അത് തീർന്നു പോകല്ലേ എന്ന് ആഗ്രഹിച്ചു. കാണികളായവർ, നമ്മുടെ ലേഖകൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് പറഞ്ഞത്. ആ വിരമിക്കൽ പ്രസംഗം കുറച്ച് ദീർഘമുള്ളത് തന്നെയായിരുന്നു. എന്നിട്ടും അത് തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിച്ചു. ഹൃദയത്തിൽ കൊത്തി വലിക്കുമ്പോഴും അത് സുഖമുള്ള അനുഭവമായിരുന്നു.
അത് അവസാനിച്ചപ്പോൾ കൂട്ടുകാർ വീണ്ടും ചുറ്റും കൂടി. കൂട്ടുകാരുടെ ചുമലിൽ ഗ്രൗണ്ടിന് ചുറ്റും ഒരു യാത്ര. ഭാര്യ അഞ്ജലിയും മക്കൾ സാറയും അർജുനും അവരെ അനുഗമിച്ചു. ആദ്യം ചുമലിലേറ്റിയത് ടീമിൻ്റെ ക്യാപ്റ്റൻ ധോണിയും വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമായിരുന്നു. എല്ലാം അവസാനിച്ചപ്പോൾ പതുക്കെ മൈതാനത്തിൻ്റെ നടുവിലേക്ക് സച്ചിൻ നടന്നു. തൻ്റെ കരിയറിലെ നിർണായക വഴിത്തിരിവുകൾക്ക് വേദിയായ വാങ്കഡയിലെ വിക്കറ്റിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് നെറ്റിയിൽ വെച്ചു. ഈ കാര്യമാണ് ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ ലിറ്റിൽ മാസ്റ്ററുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണത് അല്ലേ, ലിറ്റിൽ മാസ്റ്റർ. അദ്ദേഹം പവലിയനിലേക്ക് മടങ്ങുമ്പോൾ വാങ്കഡയിൽ കണ്ണുനീരൊഴുക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. കണ്ണീരുണങ്ങുന്നതിന് മുമ്പാണ് ആ സന്തോഷ വാർത്ത എത്തിയത്. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം സച്ചിന് സമ്മാനിക്കാൻ തീരുമാനമായിരിക്കുന്നു. പെട്ടെന്ന് മുംബൈയുടെ മുഖം പ്രസന്നമായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കായിക താരം ഭാരതരത്നമാവുന്നത്. അപ്പോൾ ഭാരതരത്നം ആദ്യമായി ഒരു കായിക താരത്തിന് ഭാരതരത്ന ബഹുമതി ലഭിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പേ നമ്മൾ ഇതില് ഈ ശ്രീലങ്കൻ സർക്കാർ ഒരു ട്രോഫി സച്ചിന് കൊടുത്തുവിട്ടിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഉപഹാരങ്ങൾ സമർപ്പിക്കപ്പെട്ടു. അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ഒരു പുരസ്കാരം എത്തിയിരുന്നു. ശ്രീലങ്കൻ സർക്കാർ കൊടുത്തുവിട്ട ട്രോഫി രാജ്യതന്ത്രങ്ങൾക്കും വംശീയ തർക്കങ്ങൾക്കും അപ്പുറത്തേക്ക് നീളുന്ന സ്നേഹാദരങ്ങളുടെ പുരസ്കാരമായിരുന്നു അത്. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടന്നിട്ടുണ്ട്. ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഒരു ട്രോഫി കൂടി അപ്പോൾ അവിടേക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര തർക്കങ്ങൾക്കും വംശീയ കലാപങ്ങൾക്കും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുണ്ടെങ്കിൽ പോലും ശ്രീലങ്കയിലെ സർക്കാർ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു പുരസ്കാരം, ഒരു ട്രോഫി നൽകിയ കാര്യം കൂടി ഇവിടെ ലേഖകൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഭാരതീയ മഹനീയ ഒരു പുരസ്കാരം, ഏത് ഭാരതരത്നം, അതും സച്ചിൻ ടെണ്ടുൽക്കർ തേടിയെത്തിയത് ഈ നിമിഷത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മുംബൈയുടെ മുഖം എന്താണ് പറഞ്ഞത്, വീണ്ടും പ്രസന്നമായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കായിക താരം ഭാരതരത്നമാവുന്നത്. ഓർത്തു വയ്ക്കുക, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക ആ കാര്യം. പോയിന്റ് ഒറ്റ വാക്കിലുള്ള ചോദ്യമൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യം. 1989 നവംബർ 15 കറാച്ചിയിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മാച്ചിൽ കളിച്ചുകൊണ്ടാണ് സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. 1989 നവംബർ 15 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. കരിയറിന് 24 വർഷം പ്രായമെത്തിയ ദിവസവും സച്ചിൻ ക്രീസിൽ നിൽക്കുന്നു. സച്ചിനു മാത്രം കഴിയുന്നതാണിത്. അദ്ദേഹം സൃഷ്ടിച്ചത് റണ്ണുകളുടെ കൂമ്പാരമാണ്. ഈ റണ്ണുകൾക്കായി എത്ര തവണ വിക്കറ്റിനിടയിൽ ഓടിക്കാണും. പിന്നെ ഫീൽഡിങ്ങിനായുള്ള ഓട്ടവും. ലോകം കണ്ട മികച്ച മാരത്തോൺ ഓട്ടക്കാരനാകും സച്ചിൻ. ലോകം കണ്ട മികച്ച മാരത്തോൺ ഓട്ടക്കാരനാകും സച്ചിൻ. ഇത്രകാലം കളിച്ചിട്ടും മടുത്തിട്ടല്ല അദ്ദേഹം കളി അവസാനിപ്പിക്കുന്നത്. ക്രിക്കറ്റ് കളിച്ച് എനിക്ക് മതിയായിട്ടില്ല എന്നാണ് സച്ചിൻ പറയുന്നത്. സച്ചിൻ്റെ ഭാര്യ അഞ്ജലി പറയുന്നത് ഇപ്രകാരമാണ്: സച്ചിനില്ലാത്ത ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനാകും, പക്ഷേ ക്രിക്കറ്റ് ഇല്ലാത്ത സച്ചിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. ആ വരികളോ അണ്ടർലൈൻ ചെയ്തിട്ടോളൂ. സച്ചിനില്ലാത്ത ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാകും, ആലോചിക്കാനാകും, പക്ഷേ ക്രിക്കറ്റ് ഇല്ലാത്ത സച്ചിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാകില്ല. ഇത് ആരുടെ വാക്കുകളാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ഭാര്യ അഞ്ജലി ടെണ്ടുൽക്കറുടെ വാക്കുകളാണ്. അതൊന്ന് ഓർക്കുക. അതോ ഒരു ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അവസാനത്തെ ഇന്നിങ്സും ക്രിക്കറ്റ് എന്ന കളിയോടുള്ള സച്ചിൻ്റെ സ്നേഹാതിരേകങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതായിരുന്നു.
നരേന്റെ പന്തിൽ സമി ക്യാച്ചെടുത്ത് സച്ചിൻ പുറത്തായപ്പോൾ വാങ്കഡെ നിശബ്ദമായി. പിന്നെ ത്രിവർണ മുദ്രയുള്ള ബാറ്റ് ഒരിക്കൽ കൂടി വായുവിൽ ഉയർന്നു. പവലിയനിലേക്കുള്ള മടക്കയാത്ര. ബൗണ്ടറി വര കടക്കും മുമ്പ് സച്ചിൻ തിരിഞ്ഞു നോക്കി. വാങ്കഡെ സ്റ്റേഡിയത്തിലെ പവലിയനിലേക്കുള്ള ഓരോ പടവ് കയറുമ്പോഴും ഇനിയൊരു തിരിച്ചിറക്കമില്ല എന്ന വസ്തുത സച്ചിനെ വേദനിപ്പിച്ചിരിക്കും. ഇങ്ങനെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം, ശ്രദ്ധിക്കാം. സച്ചിൻ എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ ഇന്ത്യൻ താരമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവർ ആരൊക്കെയാണെന്ന് ടെക്സ്റ്റ് പറയുന്നുണ്ട്. അവനെ അന്ന് വഴി നടത്തിയ സുനിൽ ഗാവസ്കറും ദുലീപ് വെങ് സർക്കാറും ടീമിൽ സച്ചിന്റെ കൂട്ടുകാരായിരുന്ന രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും VVS ലക്ഷ്മണും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിരമിക്കൽ ചടങ്ങിനെ കുറിച്ചുള്ള ഒരു സ്പോർട്സ് മാസികയിൽ, മാതൃഭൂമി സ്പോർട്സ് മാസികയിൽ വന്നൊരു ഫീച്ചറാണത് നമ്മളിപ്പോൾ വായിച്ച ഈ ലേഖനം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിൽ നോക്കാം നമുക്ക്. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ ഒരു സ്പോർട്സ് ഫീച്ചറാണ്, പറഞ്ഞല്ലോ, സ്പോർട്സ് ഫീച്ചറാണല്ലോ. ഫീച്ചറിന്റെ സവിശേഷതകൾ കണ്ടെത്തുക. അവ പാഠഭാഗത്ത് എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ടെന്ന് പരിശോധിച്ച് കുറിപ്പെഴുതുക എന്നൊരു ചോദ്യം ഉണ്ട്. അപ്പൊ എന്താണ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതും കൂടി പറഞ്ഞുതരാം. എന്താണ് ഫീച്ചർ? നമ്മൾ ആർട്ടിക്കിൾ എന്ന് മുമ്പ് വിളിച്ചിരുന്ന ഒരു സാഹിത്യ വിഭാഗത്തിന്റെ പേരാണ് ഫീച്ചർ. ഫീച്ചർ സ്റ്റോറി എന്നതിനെ വിളിക്കാറുണ്ട്. ഫീച്ചറുകൾ ധാരാളമായി വരുന്ന വാരികകളിലും ദിനപത്രങ്ങളിലും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഫീച്ചറിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. ശുഷ്ക വസ്തുതകൾക്ക് കഥയുടെ രൂപം അല്ലെങ്കിൽ കഥയുടെ രീതിയിൽ കഥയുടെ രൂപം മേമ്പൊടിയായെങ്കിലും അവ നൽകുന്നു. ശുഷ്ക വസ്തുക്കൾ വലിയ രസമൊന്നുമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവയ്ക്ക് ഒരു കഥയുടെ മേമ്പൊടിയായിട്ട് ചില കാര്യങ്ങൾ ഫീച്ചർ നൽകുന്നു. വ്യക്തികൾ, സംഭവങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പ്രവണതകൾ, പ്രക്രിയകൾ എന്നിവയൊക്കെയാണ് ഫീച്ചറുകളുടെ മുഖ്യ വിഷയം. അവ വായനക്കാർക്ക് നൽകുന്നത് ഭാവനയല്ല, വസ്തുതകളാണ്. അപ്പോൾ വസ്തുതകളും ആശയങ്ങളും വായനക്കാരുടെ മനസ്സുകളിൽ ആഴത്തിൽ വീഴ്ത്തുന്നതിനു വേണ്ടി കഥയുടെ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കപ്പെട്ട ഒരു ലേഖനം അഥവാ ആർട്ടിക്കിൾ എന്ന് ഫീച്ചറിനെ നിർവചിക്കാം. ആ നിർവചനം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ലേഖനത്തിൽ ഫീച്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. എന്നാൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ഈ അക്ഷരജാലം എന്നുള്ള എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ.